Who cares? Who cares? അതിജീവിതയോടും അവരുടെ കൂടെ നിൽക്കുന്നവരോടുമുള്ള പുച്ഛം കലർന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു അയാൾക്ക്. ഹൂ കെയേഴ്സ്? ഇതിനോടാണ് നമ്മൾ ഇന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നത്, വി കെയർ. തനിക്കെതിരെ നിരന്തരം ലൈംഗികാതിക്രമ ആരോപണങ്ങളും പരാതികളും ഉയർന്നിട്ടും സംരക്ഷിക്കാൻ തന്റെ പാർട്ടി ഏതറ്റം വരെയും പോകുമെന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആ പുച്ഛം. എന്നാൽ ഒടുവിൽ കോടതിയിൽ മുൻകൂർ ജാമ്യം പോലും നിഷേധിക്കപ്പെട്ട് അറസ്റ്റ് ഭീഷണി ഉയർന്നപ്പോൾ ആ പാർട്ടിക്കും നിൽക്കക്കള്ളിയില്ലാതായി. സംരക്ഷണ കവചം തൽക്കാലത്തേക്കെങ്കിലും അഴിച്ചുവെക്കേണ്ടി വന്നു. രാഹുലിന് നാണം കെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ യഥാർത്ഥ പ്രശ്നം സ്ത്രീകളുമായി ബന്ധം സാധ്യമാക്കാൻ അയാൾ ഉപയോഗിച്ച അധികാരവും ചൂഷണവുമാണ്. രാഹുൽ മാങ്കൂട്ടം ഒരു സാധാരണ പൗരനല്ല, ഒരു ജനപ്രതിനിധിയാണ്, ഒരു MLA ആണ്, ഒരു രാഷ്ട്രീയ നേതാവാണ്. കാണുന്ന സ്ത്രീകൾക്കെല്ലാം മെസ്സേജ് അയച്ച് താൻ വലിയ സെലിബ്രിറ്റിയാണ്, അതുകൊണ്ട് എന്തുമാവാം എന്ന തോന്നലിൽ ഫ്ലേർട്ട് ചെയ്യുന്നത് നിങ്ങളൊരു ജനപ്രതിനിധിയായിരിക്കെ നിങ്ങൾ കാണിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ ലംഘിക്കലാണ്. മറ്റെല്ലാ വിഷയങ്ങളിലും എന്ന പോലെ വ്യാജം കാണിച്ച് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടം എന്ന ക്രിമിനൽ തീരുമാനിക്കുകയായിരുന്നു. ഒരു ഈച്ചക്കുഞ്ഞിന് പോലും അറിയാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചിലർ പൈസ ഇറക്കുകയും കൃത്യമായ PR വർക്കിലൂടെ മീഡിയ അറ്റൻഷനിലേക്ക് കടന്നു വരികയും ആ വിസിബിലിറ്റിയിൽ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും MLA ആവുകയും ചെയ്ത ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നാൽ ഇന്നിപ്പോൾ ഒരു ലൈംഗികാതിക്രമ കേസിലെ പ്രതിയെ വെളുപ്പിക്കാൻ അതേ PR വർക്ക് നടത്തുകയാണ് രാഹുലും അനുകൂലികളും. അതിജീവിതയെയും അവരുടെ കൂടെ നിൽക്കുന്നവരെയും അധിക്ഷേപിക്കാൻ സ്വന്തം പാർട്ടിയുടെ തന്നെ ആളുകളെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെയും വെച്ച് കൊട്ടേഷൻ കൊടുക്കുന്നു. ആ സ്ത്രീയുടെ കൂടെ നിൽക്കുന്നവരെയെല്ലാം പൊതുമധ്യത്തിൽ പിച്ചി ചീന്തുന്നു. മുതിർന്ന നേതാക്കൾ പോലും പലപ്പോഴായി നിലപാടുകൾ മാറ്റി മലക്കം മറിയുമ്പോൾ പാർട്ടിയിലെ ചില സ്ത്രീകളോടും നടിമാരോടും പ്രതിക്ക് അനുകൂലമായി വീഡിയോകൾ ഇടാൻ ആവശ്യപ്പെടുകയാണുണ്ടായത്. ഇതിനിടെ ഇതെല്ലാം കേവലം തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ള ജൽപ്പനങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് ഇതിനെ ലഘൂകരിക്കാനും സർക്കാരിനെ കുരിശിലേറ്റാനും അവർ ശ്രമിച്ചു. എന്നാൽ കോടതി വിധി വന്നതോടെ ആ വാദങ്ങൾക്കൊന്നും രാഹുലിനെ രക്ഷിക്കാനായില്ല. അതേസമയം ഇപ്പോഴും രാഹുലിനെ ന്യായീകരിക്കുന്നവരുണ്ട് എന്നത് ഭയാനകമാണ്. നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്: ഒന്നല്ല, ഒരുപാട് സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കാൻ തീരുമാനിച്ച ഒരു ക്രിമിനലിനെയാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നത്. സംരക്ഷണം നൽകേണ്ടവർ ചൂഷണം ചെയ്യുകയും സുരക്ഷ ഒരുക്കേണ്ടവർ വേട്ടയാടുകയും ചെയ്യുമ്പോൾ ഈ നാട്ടിലെ സാഹചര്യം എന്താകും? വീണ്ടും വീണ്ടും രാഹുലിനെ സ്വന്തം പാർട്ടിക്കാർ ന്യായീകരിക്കുന്നതും സംരക്ഷിക്കുന്നതും കണ്ടിട്ടാവണം രാഹുലിന്റെ സ്വഭാവം അറിയാവുന്ന പാർട്ടിക്കകത്ത് തന്നെയുള്ള കുറച്ച് സ്ത്രീകൾ രംഗത്ത് വന്നത്. അവരുടെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. പരസ്യമായ തെറിവിളികളും വ്യക്തിയധിക്ഷേപങ്ങളും. കഴിഞ്ഞ ഡിസംബർ 4-നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ന് ഒരു വർഷത്തിനിപ്പുറം അതേ ദിവസം അയാൾക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് നാണം കെട്ടിറങ്ങേണ്ടി വന്നു. പാലക്കാട് ജനതയ്ക്ക് താൻ കാരണം തലകുനിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ അതേ ആൾ കാരണം കേരളത്തിലെ ഓരോ കോൺഗ്രസ് അനുഭാവിക്കും തലകുനിക്കേണ്ടി വന്നു. ഇതിനിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. തങ്ങളുടേത് ധാർമ്മികമായ നടപടിയെന്ന് ഹുങ്കുകൊള്ളുന്ന കോൺഗ്രസ് നേതാക്കൾ മറച്ചുവെക്കുന്ന ഒരു സത്യമുണ്ട്. രാഹുലിന്റെ ഈ വൃത്തികെട്ട മുഖം പൊതുജനം കാണുന്നതിന് മുന്നേ കണ്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ പാർട്ടിയിലുള്ളവർ തന്നെ പരാതികളായും മുന്നറിയിപ്പുകളായും നിങ്ങളെ കാര്യങ്ങൾ ധരിപ്പിച്ചതാണ്. എന്നിട്ടും കോടതി വിധി വരുന്നതിന് തൊട്ടു മുമ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കിയവരാണ് നിങ്ങൾ. അവസാന നിമിഷം വരെ മുൻകൂർ ജാമ്യം കിട്ടും എന്ന കരുതലിൽ വിധി വന്നാൽ പറയാമെന്ന് പറഞ്ഞ് നിങ്ങൾ കാത്തിരുന്നു. കോടതി മുൻകൂർ ജാമ്യം തള്ളി. രാഹുലിനെ അറസ്റ്റ് ചെയ്യാമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അതിജീവിതയും അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന കേരള സർക്കാരും. ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് നിങ്ങളുടെ പാർട്ടി അയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. നിങ്ങൾ പറഞ്ഞതുപോലെ ധാർമ്മികമായ നടപടിയെടുക്കുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ് എങ്കിൽ ആദ്യ 5 മിനിറ്റിൽ എടുത്തു എന്ന് പറയുന്ന നടപടി കാലങ്ങൾക്ക് മുന്നേ നിങ്ങൾക്ക് എടുക്കാമായിരുന്നു. 3-4 വർഷം മുൻപും എല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് രാഹുലിനെ ഒന്ന് വിലക്കാൻ പോലും നിങ്ങൾ തയ്യാറായില്ല? പകരം കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുകയല്ലേ ചെയ്തത്? ഇവിടെയാണ് ഷാഫി പറമ്പിലിന്റെ നിലപാട് കൂടുതൽ വിമർശന വിധേയമാകുന്നത്. പല ഘട്ടങ്ങളിലായി ഷാഫിയാണ് രാഹുലിന് കുടപിടിക്കുന്നത് എന്ന തരത്തിൽ ആരോപണങ്ങളും ഉയർന്നിരുന്നു. അവയെല്ലാം ശരിവെക്കുന്നതാണ് ഷാഫിയുടെ ഇന്നത്തെ പ്രതികരണം. ഗുരുതര പരാതികളൊന്നും രേഖാമൂലം തനിക്ക് ലഭിച്ചിരുന്നില്ല എന്നായിരുന്നു ഷാഫിയുടെ ന്യായീകരണം. ഷാഫിയോടാണ്: ഏത് സ്റ്റേജിലെത്തിയാലാണ് താങ്കൾ ഇതിനെ ഗുരുതരമായി കണക്കാക്കുന്നത്? അതിജീവിതയോടുള്ള പുച്ഛത്തിനും അപമാനിക്കലിനും ലഭിച്ച ഏറ്റവും ശക്തമായ മറുപടിയാണ് ഇന്നത്തെ വിധി. അധികാരത്തിന്റെ തണലിൽ ക്രിമിനലുകൾക്ക് അധികകാലം ഒളിച്ചിരിക്കാനാവില്ല എന്ന സർക്കാരിന്റെ മുന്നറിയിപ്പ്.